ബഹുമാന്യായ അധ്യക്ഷൻ CP ലത്തീഫ്, വളരെ പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വഖഫിൻ്റെ ഭേദഗതി ബില്ലിൻ്റെ ആപത്തെന്താണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മജീദ് ഫൈസി വിശദമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥികൾ നിങ്ങളോട് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അഷ്റഫ് മൗലവി, PK ഉസ്മാൻ, PR സിയാദ്, KK അബ്ദുൽ ജബ്ബാർ, വേദിയിലുള്ള ഒരുപാട് നേതൃത്വങ്ങൾ ഇനിയും സംസാരിക്കാനും, റോയി അറയ്ക്കലടക്കം. മുമ്പുറം തങ്ങളുടെ പേരിൽ ഈ നഗറിൽ ഈ ജനസഞ്ചയം കൂടിയിരിക്കുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത്, ഞങ്ങൾ തോൽക്കില്ല, ഞങ്ങൾ ജയിക്കുകയാണ്. CWC കുറിച്ചും അതുപോലെ കേരള സംസ്ഥാനങ്ങളുടെ വഖഫ് ബോർഡുകളെ കുറിച്ചും എങ്ങനെയാണ് ഈ ഭേദഗതി നിയമം ബാധകമാകുന്നതും വിശദമാക്കപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ഓരോ SDP-ക്കാരനും കൃത്യമായി ബോധ്യമുണ്ട്, ഇത് ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പായ ബ്രാഹ്മണിസത്തിന്റെ അജണ്ടയാണ്. ഫാസിസം പഠിക്കാൻ ഇറ്റലിയിലേക്ക് പോയി 1913 VS മുഞ്ചെ എന്ന RSSകാരൻ, RSS ആകുന്നതിന് മുമ്പ് നാസിസം പഠിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രത്യയശാസ്ത്രം അവർ രൂപപ്പെടുത്തിയത്. 50,000-ത്തിലധികം ഒരു സാമൂഹ്യ വിഭാഗത്തെ നിഷ്കരണം വേട്ടയാടിക്കൊണ്ട് സയണിസം ജയിക്കാമെന്ന് കരുതിയ പലസ്തീന്റെ മണ്ണിൽ നിന്നും വിജയത്തിന്റെ പതാകയുമായിട്ടാണ് പോരാളികൾ മുന്നോട്ട് വരുന്നത്. സമകാലിക ലോകത്തിന്റെ ചരിത്രമാണ്. ഇപ്പൊ ഫാസിസവും നാസിസവും സയണിസവും അതിനേക്കാൾ ഭീകരമായ ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യയിലുണ്ട്. അത് ബ്രാഹ്മണിസമാണ്. കാരണം അഡോൾഫ് ഹിറ്റ്ലർ 1930-കളുടെ അവസാനം ഇതേപോലെ ജൂതന്മാരുടെ സ്വത്തുക്കളും അവരുടെ സംസ്കാരത്തെയും എങ്ങനെയാണ് തകർത്തതെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. 40 മില്യൺ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അവിടെ ഇന്ത്യൻ മാതൃകയിൽ ഇന്ന് സംഘപരിവാർ പടച്ചുണ്ടാക്കുന്ന ബില്ല് പോലെ അന്ന് നിയമം ഉണ്ടാക്കി. മൊറോക്കയിലും കൊളംബിയയിലും സ്പെയിനിലും ഒരുപക്ഷെ ലോകത്ത് മുസ്ലിങ്ങൾ അധിവസിച്ചിരുന്ന പല രാജ്യങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ആ രാജ്യത്തെ മുസ്ലിങ്ങളെ ഡീമോറലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അഷ്റഫ് മൗലവി സൂചിപ്പിച്ചു, റഷ്യൻ വിപ്ലവത്തിന്റെ പതാക മുന്നോട്ട് കൊണ്ടുപോകുന്നു. റഷ്യയിലെ വിവിധങ്ങളായ പ്രവിശ്യകൾ തകർന്നു പോയത്, സോവിയറ്റ് യൂണിയനുകൾ തകർന്നു പോയത്, രാജ്യത്ത് വഖഫ് സ്വത്തുക്കൾ കയ്യേറിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നവർ അവിടെ നടത്തിയ അതിക്രമമാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകത്തെ മുസ്ലിം ജനത, ലോകത്തെ മർദ്ദിതർ, ജർമ്മനിയിലെ ജൂതന്മാർ അടക്കമുള്ളവർ ലോകത്ത് അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഉയർന്നു വരുന്ന 2025 വിജയദശമി ദിനത്തിൽ RSSന്റെ പതാക, കാവിക്കൊടി ദേശീയ പതാകയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കാൻ പരിശ്രമിക്കുന്നതിന്റെ മുന്നോടിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലെങ്കിൽ തെരുവിൽ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെ പ്രതിഷേധിക്കാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിലുണ്ട്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെമ്പാടും ഇന്ന് പ്രതിഷേധങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ സാമ്പ്രദായിക പാർട്ടികൾ, ഉദ്ഘാടകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇതിൽ പ്രതികരിക്കുന്നില്ല? ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. പാർലമെന്റിന് പുറത്ത് ഇത് നമ്മൾ നേരിടാൻ പോവുകയാണ്. പക്ഷെ ഒരു നേരിടലും നമ്മൾ കേരളത്തിൽ കണ്ടില്ല. പക്ഷെ നമുക്കുറപ്പുണ്ട്, പലരും പറയുന്നു, എന്തിനാണ് SDP ഇത്തരം ഒരു സമ്മേളനം നടത്തുന്നത്, ഇത്തരം പ്രതിഷേധം നടത്തുന്നത്? നിയമപരമായി പോരാടിയാൽ പോരെ? ബാബറി മസ്ജിദിന്റെ തങ്കത്താഴിയെ കൊണ്ടങ്ങൾ ഇടിച്ചു നിരത്തി 28 വർഷം നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച രാജ്യത്ത് ഹതാശരായ ഒരു ജനതയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെങ്കിൽ, ഇന്ത്യ രാജ്യത്ത്
കിരാതമായ ഭീകരമായ നിയമങ്ങൾ, ഇവിടെ പരാമർശിക്കപ്പെട്ട CA അടക്കമുള്ള നിയമങ്ങളുടെ പരമ്പരകൾക്കൊടുവിൽ ഇന്ത്യയിലെ മുസ്ലിമിന്റെ വേരറുക്കാൻ, അവനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ RSS ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണെന്ന് നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് തിരിച്ചറിയാത്തവർ നിയമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു. പോരാട്ടമാണ് രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികളോട്, അധിനിവേശ ശക്തികളോട്, ഫാസിസത്തോട്, ബ്രാഹ്മണിസത്തോട് നിലയ്ക്കാത്ത ഊർജ പ്രവാഹമായി പോരാട്ടം കെട്ടടിച്ചു വിടുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് RSS നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിജയദശമി ദിനത്തിൽ RSS ഇന്ത്യയിൽ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി, ഹിന്ദു രാഷ്ട്രമല്ല ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ്, എന്തിനാണ് അവർ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നത്? ഓരോ SDP കാരനും തിരിച്ചറിയാം. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം ഇതര സമൂഹങ്ങൾ, ദളിത് സമൂഹങ്ങൾ, പിന്നോക്ക സമൂഹങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യയിൽ 2.5% വരുന്ന ബ്രാഹ്മണർ, അവർ നേതൃത്വം കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംവിധാനമായ മനുസ്മൃതിക്ക് വേണ്ടിയാണ് രാജ്യത്തെ പ്രബലരായ സാമൂഹ്യ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നത്. നിങ്ങൾക്കറിയുമോ, ദളിതർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 35 കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരെ നിരായുധരാക്കിയത്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ അവരെ ഈ രാജ്യത്തെ ദളിതരാക്കിയത്, അവരെ രാജ്യത്തെ പാർശ്വവൽക്കൃതരാക്കിയത് ഇന്ത്യ രാജ്യത്തെ ഈ ബ്രാഹ്മണിസമാണ്, ഈ ചാതുർവർണ്യമാണ്. അല്ലെങ്കിൽ 35 കോടി വരുന്ന ദളിതർ ഇന്ന് 35% വിഭവാധികാരങ്ങളിൽ പങ്കാളിത്തം കിട്ടുമായിരുന്നു. ഇപ്പൊ ദളിതരെക്കാൾ ഭീകരമായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്ത് തകർക്കാനാണ് ഈ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത്. 2 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയെന്ന് പറയുന്നത്. ഒന്ന് കേരളമാണ്, ഒന്ന് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ ഭൂമിയില്ലാത്ത ഒരു ദളിതനില്ല, ഒരു ആദിവാസി ഇല്ല. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത്, ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന കേരളത്തിൽ പോലും 5.25 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ഏത് നിമിഷവും ഏറ്റെടുക്കാൻ ഒരു കേരളത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ കഴിയുമെന്നിരിക്കെ 5.25 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ രാജ്യത്തെ ഭൂരഹിതർക്ക് കൊടുക്കാതെ ഇവിടെ നിൽക്കുകയാണ്. വയനാട് പുനരധിവാസത്തിന് ഭൂമിയില്ല എന്നവർ പറയുന്നത്. 200 ഏക്കറാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ മിച്ചഭൂമി ഇട്ടിരിക്കുന്നത്. 5.25 ലക്ഷം ഏക്കർ കേരളത്തിൽ പിടിച്ചെടുക്കാവുന്ന ഭൂമി ഇരിക്കുമ്പോൾ മറ്റൊരു 5 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ കുത്തകരുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞൊരു 10 ലക്ഷത്തിലധികം ഏക്കർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യ പരിശോധിച്ചാൽ ഒരു 2 കോടി ഏക്കർ ഭൂമി രാജ്യത്തെ കുത്തകരുടെ കയ്യിൽ അനധികൃതമായി രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ട്. സതുദ്ദേശപരമാണോ നരേന്ദ്രമോദിയുടെ സമീപനം? വിഭവാധികാരങ്ങൾ പ്രബലമായ ഭൂമി രാജ്യത്ത് കൃത്യമായി വിതരണം ചെയ്യാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒരു നിയമം ഉണ്ടാക്കുന്നില്ല? അപ്പോൾ ലക്ഷ്യം മുസ്ലിങ്ങളാണ്. രാജ്യത്ത് ഉയർന്നു വരുന്ന ദളിതരോട്, പാർശ്വവൽക്കരോട്, നീതിയോട്, സ്വാതന്ത്ര്യത്തോട് രാജ്യത്ത് ഐക്യപ്പെടുന്ന, വിശ്വാസപരമായി ഐക്യപ്പെടുന്ന, തുല്യതയ്ക്ക് വേണ്ടി ഐക്യപ്പെടുന്ന, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യപ്പെടുന്ന രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ, അതിൽ ഉയർന്നു വരുന്നവരെ ഈ രാജ്യത്ത് ഡീമോറലൈസ് ചെയ്യുക, അവരെ പൗരത്വമില്ലാത്തവരാക്കുക. കൈച്ചങ്ങല, കൈ വിലങ്ങുവെച്ച് അമേരിക്കയിൽ നിങ്ങോട്ട് വന്ന കാൽച്ചങ്ങല അണിയിച്ച് ഇന്ത്യയുടെ തെരുവിൽ അവരെ ജീവിപ്പിക്കുക, ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുക. ഇല്ല നരേന്ദ്രമോദി, ആരുടെയും തറവാട് സ്വത്തല്ല ഇന്ത്യ. രക്തസാക്ഷികളുടെ ചോരയും കണ്ണീരും കുതിർന്ന മലബാറിന്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾ പറയുന്നു, 150 വർഷത്തെ 200 വർഷത്തെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് തോറ്റുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യം കെട്ടിപ്പടുത്തവരാണ്. അതുകൊണ്ട് 35 കോടി വരുന്ന ദളിതരും 20 കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ പാർശ്വവൽക്കരും ഐക്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിയുടെ അന്ത്യം കുറിക്കുന്ന, രാഷ്ട്രീയമായ അന്ത്യം കുറിക്കുന്ന രാജ്യത്തെ പോരാട്ടമായി ഈ പോരാട്ടം പരിവർത്തനപ്പെടാൻ പോവുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണിത്. ഇന്ത്യയുടെ സോഷ്യൽ ഡെമോക്രസിക്ക് എതിരാണ്, ഇന്ത്യയിലെ സോഷ്യൽ ഫാബ്രിക്കിനെതിരാണ്, സെക്യുലറിസത്തിനെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് കോടതി ഇതിനെ പുല്ലുവില പോലും കൽപ്പിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ തെരുവിൽ നിലയുറപ്പിക്കുക എന്ന ചരിത്രപരമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ ഡെമോക്രസിന്റെ തൂങ്ങിയാടുന്ന വാള് പോലെ
ഫാസിസം ഈ രാജ്യത്ത് തൂങ്ങിയാടുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി ഇന്ത്യ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ശത്രുവിന്റെ അടി തകർത്തെറിഞ്ഞിടും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഈ ഭീകരമായ നിയമത്തെ തോൽപ്പിക്കുവാൻ രംഗത്ത് വന്ന മുഴുവൻ സമരഭടന്മാർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ഡെമോക്രസി, ജയ് ഭീം.